ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി വാഗമണിലെ വരാട്ടുമേട് എന്ന വ്യൂ പോയിന്റിലോട്ടാണ് ഇന്നത്തെ യാത്ര. ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത്. ഓൾമോസ്റ്റ് 25 കിലോമീറ്ററുണ്ട് അങ്ങോട്ട്. വരാട്ടുമേടിലുള്ള വഴി ഒരു എക്സ്ട്രീം ഓഫ് റോഡ് റൂട്ടാണ് കേട്ടോ. പക്ഷേ ഇപ്പം പുതിയൊരു വഴി തുറന്നിട്ടുണ്ട്. പിന്നെ കുറേ ഏരിയ കോൺക്രീറ്റും ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ആക്സബിൾ ആണ് ഇപ്പോൾ വരാട്ടുമേട്. വാഗമണിൽ നിന്നും 7 കിലോമീറ്റർ ഉണ്ട് പാലഴുമ്പാറ വ്യൂ പോയിന്റിലോട്ട്. വാഗമണിൽ നിന്നും കട്ടപ്പന റൂട്ടിൽ പോകുമ്പം റൈറ്റ് സൈഡിലേക്ക് ഒരു ടേണിങ് കാണാൻ സാധിക്കും. ആ വഴിയാണ് പാലഴുമ്പാറ വ്യൂ പോയിന്റിലോട്ട് പോകേണ്ടത്. ഈ റൂട്ടിലെ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. ഈ മുന്നിൽ കാണുന്ന മലയാണ് വരാട്ടുമേട് എന്നറിയപ്പെടുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ പാലഴുമ്പാറ വ്യൂ പോയിന്റിലെത്തി. ഇനി ഈ കാണുന്ന മലയുടെ മുകളിലേക്ക് എത്തണം. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്ന പണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും വ്യൂ പോയിന്റും കാണാൻ അടിപൊളിയാവും. ഇതാണ് വരാട്ടുമേടിലേക്കുള്ള ഓഫ് റോഡ് ട്രാക്ക്. നമ്മൾ ഈ റൂട്ട് ഒഴിവാക്കി പുതിയ വഴി കൂടെയാണ് പോകുന്നത്. പുതിയ വഴി ചെറിയൊരു ഓഫ് റോഡ് ഫീൽ ഉണ്ടെങ്കിലും എല്ലാ വണ്ടിക്കും ഇവിടെ ഇപ്പോൾ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഈ തുഴഞ്ഞു പോകുന്ന ഇവരെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയ 2 മലപ്പുറംകാരാണ് കേട്ടോ. ഇവരുടെ ഫ്രണ്ട്സ് 2 പേര് ഓൾറെഡി ഹിൽ ടോപ്പിലുണ്ട്. ഇവർക്കാണെങ്കിൽ വഴിതെറ്റി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാ യാത്ര. പാലഴുമ്പാറയുടെ നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി അവിടെ വെച്ച് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. അവിടെ എത്തിയപ്പോൾ അതിലും രസം, ഞങ്ങളുടെ കൂടെ കൂടിയ മലപ്പുറംകാരുടെ ഫ്രണ്ട്സ് വേറെ 2 തിരുവനന്തപുരംകാരുമായി കമ്പനിയായി. അങ്ങനെ 2 പേര് തുടങ്ങിയ യാത്ര മൊത്തം 8 പേരിലെത്തി. പാലഴുമ്പാറയുടെ ഈ വ്യൂ കാണാനാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. കുറച്ചുകൂടി വെള്ളവും ലേശം മഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി കളറായേനെ. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടി. എല്ലാവരും നല്ല വൈബ് ടീംസും ആയിരുന്നു. കുറേ നേരം ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ഇനിയിപ്പം കയറിയ മല തിരിച്ചിറങ്ങണം. അതാണ് അടുത്ത ടാസ്ക്.